ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയണ കേട്ടില്ല, അതാ ഇങ്ങനെ ഇരിക്കും, 2 പണി എടുക്കേണ്ടി വരും. വേറെ ഒന്നുമല്ല കേട്ടോ, കുറേ ദിവസമായിട്ട് ഓലക്കുടിയനും കേരക്കറിയാണ് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഓർത്ത് വേണ്ട, കേര തന്നെ മേടിച്ച് കറി വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് കേരയൊക്കെ മേടിച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ദുനിയാവിൻ്റെ അറ്റത്തുനിന്നല്ല കേട്ടോ, കാക്കനാടുന്ന ഒരു സാറ് നമ്മുടെ വീഡിയോ കണ്ടിട്ടേ മീൻ കറിക്ക് വന്നേക്കണ്. സാറ് വെച്ച് എന്ത് കറിയുണ്ട്? ഞാൻ പറ കേരക്കറി ഉണ്ട്. കേരക്കറി കൂട്ടൂല, അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊന്നും വീട്ടിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല, പിന്നെന്ത് ചെയ്യും? ആദ്യം തന്നെ ഞാൻ ചോദിച്ചു എത്ര മീൻകറി വേണമെന്ന്. വല്ല 1-2 ആണെങ്കിൽ ഇല്ലാന്നും പറഞ്ഞ് വിടാമെന്ന് ഓർത്തിട്ടാണ് 6 കറി വേണമെന്ന് പറയും. അത് കാക്കനാടുന്ന് വന്നല്ലേ എന്ന് ഓർത്ത് പിന്നെ ഞാൻ ഓർത്തേ സാറ് കുറച്ച് നേരം വെയിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ഉണ്ടാക്കിത്തരാം, മീനൊന്ന് ഓർഡർ ചെയ്യണം, ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് ആകുമെന്ന് പറയും. അപ്പോൾ പുള്ളി പറഞ്ഞേ എൻ്റെ കസിൻ്റെ വീടുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്നാൽ പിന്നെ സാറൊന്ന് കറങ്ങിയിട്ടൊക്കെ അപ്പോഴേക്കും നമ്മുടെ മീൻകറി ആവുമെന്ന് പറയട്ടാ. അങ്ങനെ ഞാനിത് ചട്ടിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ചുമന്നുള്ളിയും മുളക് പൊടി ഇട്ടിട്ടാ. ഇത് വറുത്തരച്ച് വെക്കണല്ല കേട്ടാ, ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ടത് നമ്മളിത് എന്ത് ചെയ്തു, ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേഗം ചടപടേന്ന് കുറച്ച് പുളിയും വെള്ളത്തിൽ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ അരച്ചെടുത്തിട്ട് ഇപ്പോൾ വരും. എന്നിട്ട് ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഞാൻ ചുമന്നുള്ളി എടുത്തിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളകും പിന്നെ എന്തെന്നാണ് കറിവേപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇല്ലാണ്ട് എന്താഘോഷം അല്ലേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ അരപ്പെല്ലാം കൂടി കൂട്ടിക്കലക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ താളിച്ചൊഴിക്കലാ പതിവിഞ്ഞ്. ലാസ്റ്റ് താളിക്കാനും തുളിക്കാനൊന്നും സമയമില്ല, അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഉള്ളിയൊക്കെ വഴറ്റി വന്നപ്പോൾ ഇച്ചിരി കുളമുളക് കൂടി ഇട്ട് പിന്നെ അരച്ച് വെച്ചിങ്ങനെ അരപ്പിട്ടിട്ട് പച്ചമണം മാറണ വരെ വഴറ്റി കൊടുത്ത്. അതിൻ്റെ ഇടയിൽ ഇതേ പുളി വെള്ളത്തിലിട്ടില്ലേ അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതേ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കണം, മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഒഴിക്കല്ലേ, കാരണം ദശക്കെട്ടില്ലാത്ത മീനാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കണത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലാടോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ അതായത് ചാറൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മളേ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ മോതയെന്ന് പറഞ്ഞ മീനാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. ഇതിനധികം ദശക്കെട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് വേഗം. അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് ചാറ് വെച്ചേക്കണേ കേട്ടോ, കാരണം കുറേ നേരം തിളച്ച് ചാറൊക്കെ വറ്റി വരുമ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോഴേക്കും എന്തേ നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ചാറൊക്കെ നന്നായിട്ട് കുറുകയും ചേർത്തിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ലേശം പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടാ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ്. അപ്പോൾ ഇതുണ്ടാക്കി കുറച്ചും കൂടി ആകാനുണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ വന്നിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒരു 5 മിനിറ്റും കൂടി ഇരിക്കുന്നത് പറയും. പുള്ളീനെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് ഈ മീൻകറി ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ കാക്കനാട് വന്ന സാറേ മീൻകറി കഴിച്ചിട്ട് എങ്ങനെയാണെന്നൊന്ന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേട്ടാ. എപ്പോഴും ഞാനാണ് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറയണത്. ഇപ്പോൾ കഴിച്ച ആൾക്കാരൊന്ന് പറയാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.